പറയുന്ന പ്രകൃതി ജീവനം ആളുകളെ ബുദ്ധിമുട്ടിക്കാനോ ബുദ്ധിമുട്ടിക്കുന്നതോ ഒന്നുമല്ല. രോഗത്തിന്റെ അവസ്ഥയിൽ കഴിക്കുന്ന മരുന്ന് കുടിക്കുന്നു എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് രോഗം മാറണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് മാറുകയായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരില്ലല്ലോ. ഇപ്പൊ ഇന്ന് തന്നെ ഈ ഓണക്കാലത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം 300 രൂപ കൊടുത്ത് ഇടാന്ന് കയറിയിരിക്കാൻ വേറെ എവിടെയെങ്കിലും പോയി 30 രൂപ കൊടുത്ത് മരുന്ന് മേടിച്ച് കഴിച്ചെങ്കിൽ മാറുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? 8000 രൂപയ്ക്ക് ഒരു സ്കാനിങ് കൊടുത്ത് രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ മരുന്നും കഴിച്ചാൽ മാറുമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ആരും വരില്ല. ഞാനിവിടെ ഉണ്ടാവുമോ? ആഹാരത്തിന് മുമ്പും പിമ്പും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് 2 മരുന്നുകൾ കഴിച്ചാൽ രോഗം മാറുമെങ്കിൽ പിന്നെ ഞാനിവിടെ വന്ന് ഈ പണി കൊടുക്കുമോ? എനിക്കും വേറെ പണിക്കും പോയിക്കൂടെ? ഒന്നുമില്ലെങ്കിൽ മൊത്തമായും ചില്ലറയായും പ്രസംഗം പഠിപ്പിച്ച് കൊടുക്കപ്പെടുമെന്നൊരു ബോർഡും വെച്ച് എവിടെ പോയിരുന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റും, അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ആരോഗ്യമന്ത്രിയുടെ വായിലിരിക്കുന്ന പുളിച്ച ചീത്തയും കേൾക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. പിന്നെ ഞാനെന്തിനാ ഈ ആഹാരത്തിന് മുമ്പും പിമ്പും ഓരോ ഗുളിക വീതം കഴിച്ചാൽ രോഗം മാറുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം ആ വഴിക്ക് പോയാലേ. വരുന്നില്ലല്ലോ, അങ്ങനെ ഒരു സുഖം നമുക്ക് വരുന്നില്ലല്ലോ, ദുരിതമാണല്ലോ കൂടുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരുന്നിന്റെ രോഗങ്ങളായിട്ട് ഓരോന്നോരോന്ന് വരികയാണല്ലോ. ആ തിരിച്ചറിവിലാണ് നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്താണ് തേടുന്നത്? വയറ് നശിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ കുടിക്കും. കരൾ നശിക്കുമെന്നറിയാം, ഞാൻ നശിക്കുമെന്നറിയാം, എന്നാലും ഞാൻ കുടിക്കും. ഒരാളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യം അയാൾ കുടിച്ച് സന്തോഷിച്ച് നശിക്കും. കുടിച്ച് സന്തോഷിച്ച് നശിക്കും. ഒന്നും ചെയ്യാൻ. നിങ്ങൾ രോഗം വരാതിരിക്കാൻ പ്രഥമമായ പരിഗണന ജീവിതത്തിന് നൽകുന്നുണ്ടോ? ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവുമായ ഒരു സുസ്ഥിതിയിലേക്ക് സുന്ദരമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ആഗ്രഹത്തിന്റെ തീവ്രത അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസക്തമാകുക. എന്തും നിങ്ങൾ എന്തും കുടിക്കണം, എങ്ങനെ നടക്കണം, വല്ലടത്തേക്ക് കാണാമെന്ന് പറഞ്ഞ് നടക്കുന്ന വെട്ടുമുടി പോത്തുകളുണ്ട്. വെട്ടാൻ വന്ന പോത്തിനോട് കിന്നാരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പോത്തുകൾ പോത്തിന്റെ വഴിക്ക് പോട്ടെ. ഈ ഒരു ചിന്തയുള്ള മനുഷ്യർക്ക് വിവേകപൂർവ്വം തിരഞ്ഞെടുക്കാവുന്ന 10 രീതികളെയാണ്. 1, ബാക്കിയെല്ലാം വിടുക. പ്രാണവായുവിന്റെ ആഗിരണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. രോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. ഭക്ഷണത്തിൽ നിങ്ങളുടെ ഇഷ്ടമൊക്കെ പാലിക്കും. കച്ചവട ഭക്ഷണമൊക്കെ കഴിച്ചു വരും, അവർക്കും ജീവിക്കണമല്ലോ. അപ്പൊ നമ്മള് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോള കമ്പനിക്കാർ കൂട്ടി പോകില്ല. അതുകൊണ്ട് കൊക്കോകോള കമ്പനിക്കാരനോടൊരു സ്നേഹമുള്ളവർ കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലും അവർക്കും കൊടുത്താലേ അവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. ആ കോള കുടിച്ച് നമ്മൾ രോഗികളായില്ലെങ്കിൽ ആശുപത്രിയൊക്കെ കൂട്ടി പോകില്ല. അതുകൊണ്ട് ആശുപത്രിക്കാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും രോഗം വന്നോട്ടെ, അന്നേരം അവിടെയും പോയി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഉദാരമതികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അതൊക്കെ ഏതായാലും പ്രാണവായുവിന്റെ ആഗിരണത്തിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് രോഗങ്ങളില്ലാത്തൊരു ജീവിതം സാധ്യമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതില് പ്രാണായാമത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാം. കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വായുവാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ശുദ്ധവായു. ആ വായു കിട്ടുന്നില്ല എങ്കിൽ 5 മിനിറ്റ് കൊണ്ടൊക്കെ മരണം ആരംഭിക്കുകയും ചെയ്യും. ആഹാരത്തെക്കാളും വെള്ളത്തെക്കാളും ആരോഗ്യത്തിന്റെ നിലനിൽപ്പിൽ പരമപ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ പരിശുദ്ധിയാണ്, വായുവിന്റെ ആരോഗ്യം. വേറെ രീതി പറഞ്ഞാൽ, ഒരു കുളത്തിൽ കിടക്കുന്ന മത്സ്യം, ആ മീനിന്റെ ആരോഗ്യം മീൻ കാലത്ത് എഴുന്നേറ്റ് യോഗ ചെയ്യുമോ, മീൻ പ്രകൃതി ജീവന ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി കുളത്തിൽ കിടക്കുന്ന മീനിന്റെ ആരോഗ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ വെള്ളത്തിന്റെ പരിശുദ്ധി, ആ വെള്ളത്തിന്റെ സദ്ഗുണങ്ങൾ, ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ, പ്രാണവായു, ആ വെള്ളം മലിനമാകുന്നതനുസരിച്ച് ആ മത്സ്യത്തിന് ക്ഷീണം ബാധിക്കാൻ തുടങ്ങും. ത്വക്കിന്റെ പ്രസന്നത പോകും.
കണ്ണിന്റെ കാഴ്ച കുറയും, മത്സ്യത്തിന് കുരുക്കളൊക്കെ വരും, ജലദോഷം വരും, ത്വക്ക് രോഗങ്ങൾ വരും. ആ മത്സ്യത്തിന് ദേഹത്തെല്ലാം ചൊറി, പഴുത്ത്, വ്രണങ്ങൾ. മത്സ്യത്തിന് പ്രമേഹം പിടിക്കും, മത്സ്യത്തിന്റെ പ്രഷർ കൂടും, മത്സ്യത്തിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിൽ ബ്ലോക്കുകൾ ഉണ്ടാകും. ഒടുവിൽ മത്സ്യം കുഴഞ്ഞു വീണു മരിക്കും. അപ്പോ ഈ വായുമണ്ഡലത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ, നിങ്ങൾ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെ തേജസ്സിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ശ്വസനമാണ്. നിങ്ങൾ എത്രത്തോളം നന്നായി ശ്വസിക്കുന്നു, ശ്വസിക്കുമ്പോൾ എത്രത്തോളം നല്ല വായു നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഈ എയറൈസേഷൻ ഒറ്റക്കോശത്തിൽ നിന്ന് പൊട്ടിമുളച്ച് പിളർന്ന് വളർന്ന് 2, 4, 8, 16, 32, 46, 64, 128 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെരുകി 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 ആ കോശങ്ങൾ പെരുകിയിട്ടാണ് ഹൃദയവും കരളും കുടലും ഈ ശരീരം ഉണ്ടായിട്ടുള്ളത്. ഈ കോശങ്ങളിലേക്കെല്ലാം നല്ല വായുവിനെ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നല്ല വായുവിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, കെട്ടിക്കിടക്കുന്ന അഴുക്ക് ദുഷിച്ച വായുവിൽ നിന്നാണ്, അഴുക്കിൽ നിന്നാണ്, ചത്തുപോകുന്ന കോശങ്ങളുടെ ശവം നീക്കം ചെയ്യപ്പെടാനാവാതെ രക്തത്തിൽ കിടന്നാൽ ബ്ലോക്കുകളും പ്രയാസങ്ങളും രോഗങ്ങളുടെ അടിസ്ഥാന കാരണം അവിടെയാണ്. അപ്പോൾ നന്നായി ശ്വസിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തെറ്റായ ഭക്ഷണം കഴിച്ചാലും പിടിച്ചു നിൽക്കാൻ ആ ശരീരത്തിന് സാധിക്കും, കൈകാര്യം ചെയ്യാൻ ആ ശരീരത്തിന് സാധിക്കും. ശരിയായ ശ്വസനം ഉണ്ടെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാൻ അതിന് സാധിച്ചത് വരും. അപ്പോൾ ശ്വസനത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ തെറ്റുകളെ തിരുത്താനും പിടിച്ചു നിൽക്കാനും ശരീരത്തിന് സാധിക്കും. അപ്പോൾ പ്രാണായാമമാണ് അതിൽ ഒന്നാമത്തരമായിട്ടൊരു കാര്യം. പ്രാണായാമം എല്ലാവർക്കും ഏതാണ്ട് അറിയാം. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഇതുപോലെ രണ്ടുപേരൊന്ന് മടക്കി താണിക്ക് ചുണ്ടിൻ്റെ വെച്ച് ഇതുകൊണ്ട് മൂക്കടച്ച് തുറന്നു എടുത്തു, ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് അടുത്തതിലൂടെ വിട്ട്, അതിലൂടെ തന്നെ എടുത്ത് തിരിച്ച് ഇതിലൂടെ വിട്ട് ഇതിലൂടെ എടുത്ത്. അത് രസകരമാണ്. കുറച്ച് ഇരുന്ന് തന്നെ നമ്മൾ അറിയാതെ തന്നെ അതിൽ തന്നെ ശ്രദ്ധ വരും. ഇരുന്ന് ആ ശ്വസനം കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസം, തലച്ചോറിനുണ്ടാകുന്ന ഉണർവൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഗുരുമുഖത്ത് നിന്നല്ലാതെ പഠിക്കുന്ന ആളുകൾ ഇത് എടുത്തിട്ട് പിന്നെ മൂക്കൊക്കെ പൊത്തി കുംഭകം എന്ന് പറയുന്ന രീതിയിൽ അതൊന്നും ചെയ്യരുത്. എടുക്കുക, ഇതിലൂടെ വിടുക, വിട്ടതിലൂടെ എടുക്കുക, അതിലൂടെ വിടുക, വിടുന്നതിലൂടെ എടുക്കുക, അപ്പോൾ അടുത്തതിലൂടെ വിടുക. ആ രീതിയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പേന എടുക്കാതെ ഇങ്ങനെ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു ശ്വസനം ചെയ്താൽ മതി. ആ ശ്വസനക്രിയ, ആ പ്രാണായാമം എന്നുള്ളത് പ്രാണനെ, പ്രാണോർജത്തെ, പ്രാണ തേജസ്സിനെ കഴിയുന്നത്ര ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും അവയവങ്ങളായിരിക്കുന്ന കോശങ്ങളിലേക്കും നൽകാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രോഗം വരാത്തൊരു ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ എല്ലാം കൂടെ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിങ്ങളുടെ ഗ്രേഡ് അനുസരിച്ച്, ആഗ്രഹത്തിൻ്റെ തീവ്രത, തീഷ്ണത അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ശരിയായ ശ്വസനം, പ്രാണവായുവിനെ ഉൾക്കൊള്ളുക. സാധാരണ നമ്മുടെ ശ്വസനം എങ്ങനെയാണെന്നുള്ള അറിയാമല്ലോ. ശരീരത്തിലൊരു കപ്പാസിറ്റിയോ ശ്വാസകോശത്തിലൊരു കപ്പാസിറ്റിയോ
ഈ 100 ട്രില്യൺ സെല്ലിനും ശരിയായ ഓക്സിജൻ ഉന്മേഷം കൊടുക്കാൻ. അതുകൊണ്ടാണ് കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ശരിയായി ശ്വസിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. ഈ ശ്വസനം ശരിയായതുകൊണ്ടാണ്. നമ്മുടെ അമ്മമാർ വെള്ളം കോരാൻ കപ്പിയില് വെള്ളം കോരി മൂറ്റമാഞ്ഞ് അടിച്ച് അരച്ച് ശരിയായി ശ്വസിച്ച് ആ ശ്വസനത്തിന്റെ അടിത്തറയുണ്ടായിരുന്ന മനുഷ്യവംശത്തിലെ ഓരോ ജീവിയും ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒന്നും നടക്കുക പോലും ചെയ്യാതെ നടക്കുന്നതിന് പകരം ഓട്ടോറിക്ഷ പിടിക്കുന്ന നമ്മള് പോക്കാണ്.